Hi dear students, വിൻഡോ ടു വ്യൂ ട്രാൻസ്ഫോർമേഷൻ്റെ സ്കെയിലിംഗ് ഫാക്ടർ എന്താണ്, സ്കെയിലിംഗ് ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻസ്, അത്തരം കാര്യങ്ങളാണ് ഞാൻ ക്ലാസ്സിൽ പറയുന്നത് അല്ലെങ്കിൽ വീഡിയോയിൽ പറയുന്നത്. കഴിഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണ്. കഴിഞ്ഞതിൽ കുറച്ചേ പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ, അത് വളരെ എന്താണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഭാഗമാണ് പറയുന്നത്. അപ്പോൾ ഒരു വിൻഡോ ടു വ്യൂ ട്രാൻസ്ഫോർമേഷൻ്റെ എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ സ്കെയിലിംഗ് ഫാക്ടർ അതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറയുന്നത്. In order to maintain the same relative placement of the point in the viewport as in the window, we require, നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസ് ആണ്. ആദ്യം ഇത് രണ്ട് ഇക്വേഷൻസ് എഴുതി ആ രണ്ട് ഇക്വേഷൻസിൽ നിന്നാണ് സ്കെയിലിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. അതായത് വ്യൂപോർട്ട് ട്രാൻസ്ഫോർമേഷനും വിൻഡോ ട്രാൻസ്ഫോർമേഷനും യൂസ് ചെയ്തുകൊണ്ടൊരു ജനറൽ ഇക്വേഷൻ എഴുതിയതാണ്. നമ്മൾ സാധാ ഒരു കോൺട്രാക്ട് ഇക്വേഷൻ എഴുതുമ്പോൾ തന്നെ എഴുതുന്ന പോലെ തന്നെയാണ്. രണ്ട് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതാറുണ്ട് എക്സ് മൈനസ് വൈ വൺ എസ് മൈനസ് എക്സ് വൺ എക്സ് ടു മൈനസ് എക്സ് വൺ ഈക്വൽ ടു വൈ മൈനസ് വൈ വൺ വൈ ടു മൈനസ് വൈ വൺ. അതൊരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. അതേമാതിരി തന്നെ അതേ ഇക്വേഷൻ തന്നെ ഇവിടെ വ്യൂ പോർട്ടിൻ്റെയും വിൻഡോൻ്റെയും കൂടി ആക്കിയിട്ട് എഴുതാണ്. എക്സ് വി മൈനസ് എക്സ് വി മിനിമം ഡിവൈഡ് ബൈ എക്സ് വി മാക്സിമം മൈനസ് എക്സ് വി മിനിമം. അതേപോലെ തന്നെ വിൻഡോ ട്രാൻസ്ഫോർമേഷൻ എക്സ് ഡബ്ല്യു മൈനസ് എക്സ് ഡബ്ല്യു മിനിമം ഡിവൈഡ് ബൈ എക്സ് ഡബ്ല്യു മാക്സിമം മൈനസ് എക്സ് ഡബ്ല്യു മിനിമം. അതേപോലെ വൈ കോർഡിനേറ്റ് ചെയ്യും. വൈ വി മൈനസ് വൈ വി മിനിമം ഡിവൈഡ് ബൈ വൈ വി മാക്സിമം മൈനസ് വൈ വി മിനിമം ഈക്വൽ ടു വൈ ഡബ്ല്യു മൈനസ് വൈ ഡബ്ല്യു മിനിമം ഡിവൈഡ് ബൈ വൈ ഡബ്ല്യു മാക്സിമം മൈനസ് വൈ ഡബ്ല്യു. അതായത് വി വെച്ച് തുടങ്ങുന്നത് വിൻഡോയും ട്രാൻസ്ഫോർമേഷനും, വി വെച്ച് തുടങ്ങുന്നത് വ്യൂപോർട്ട് ട്രാൻസ്ഫോർമേഷൻ, ഡബ്ല്യു വെച്ചാണ് വിൻഡോ ട്രാൻസ്ഫോർമേഷനാണ്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് പിന്നെ ഒരു സ്കെയിലിംഗ് ഫാക്ടർ യൂസ് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷനാണ് അടുത്ത് പറഞ്ഞത്. സോൾവിങ് ദിസ് ഇംപ്രഷൻ ഫോർ ദി വ്യൂപോർട്ട് ട്രാൻസ്ഫോർമേഷൻ എക്സ് വി വൈ വി. അപ്പോൾ ഈ ഒരു വ്യൂപോർട്ട് ട്രാൻസ്ഫോർമേഷൻ എക്സ് വി വൈ വി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫോളോവിങ് കണ്ടീഷനാണ്. എക്സ് വി എന്ന് പറയുന്നത് എന്താണെന്നും വൈ വി എന്നത്. എക്സ് വി എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് വ്യൂപോർട്ടിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ വി എന്ന് പറഞ്ഞാൽ വ്യൂപോർട്ടിൻ്റെ വൈ കോർഡിനേറ്റും എന്താണെന്നാണ് എഴുതുന്നത്. എക്സ് വി എന്ന് പറഞ്ഞാൽ എക്സ് വി മിനിമം പ്ലസ് എക്സ് ഡബ്ല്യു മൈനസ് എക്സ് ഡബ്ല്യു മിനിമം ഇൻറ്റു എക്സ് എക്സ് ആണ്. എസ് എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ സ്കെയിലിംഗ് ഫാക്ടറാണ്. സ്കെയിലിംഗ് ഫാക്ടർ എന്നാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ചേഞ്ച് എക്സ്പോണൻറ്റിൽ വരുന്ന ചേഞ്ചാണ്. അതേപോലെ തന്നെ വൈ വി ഈക്വൽ ടു വൈ വി മിനിമം പ്ലസ് വൈ ഡബ്ല്യു മൈനസ് വൈ ഡബ്ല്യു മിനിമം ഇൻറ്റു എസ് വൈ ആണ്. ഇതിന് ഇക്വേഷൻ 2 എന്നും പറയും. അങ്ങനെ അതിൽ നിന്ന് നമുക്ക് സ്കെയിലിംഗ് ഫാക്ടർ കിട്ടും. എസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് വി മാക്സിമം മൈനസ് എക്സ് വി മിനിമം ഡിവൈഡ് ബൈ എക്സ് ഡബ്ല്യു മാക്സിമം ഡിവൈഡ് ബൈ എസ് ഡബ്ല്യു മിനിമം. നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. വ്യൂ പോർട്ടിൻ്റെ ഇത് മുകളിലും വിൻഡോൻ്റെ താഴത്തും മനസ്സിലുണ്ടായാൽ മതി. അതേപോലെ തന്നെ വൈൻ്റെയും എസ് വൈ എന്ന് പറഞ്ഞാൽ വൈ വി മാക്സിമം മൈനസ് വൈ വി മിനിമം വൈ ഡബ്ല്യു മാക്സിമം ഡിവൈഡ് ബൈ വൈ ഡബ്ല്യു മാക്സിമം മൈനസ് വൈ ഡബ്ല്യു മിനിമം. അപ്പോൾ ഒന്ന് പഠിച്ചത് നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 ക്യാൻ ബി ഡിറൈവ്ഡ് വിത്ത് എ സെറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ that converts the window or world coordinate area into the viewport or screen coordinate area. This conversion is performed with the following sequence of transformation. അപ്പോൾ പറയുന്നത് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വിൻഡോ ടു വ്യൂപോർട്ട് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ നടക്കുന്നത് നമുക്ക് മനസ്സിലായത്. സ്കെയിലിംഗ് ഫാക്ടറിലുള്ള ചേഞ്ചാണ് ട്രാൻസ്ഫോർമേഷനിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞിട്ടുള്ളത്. പെർഫോമിങ് എ സ്കെയിലിംഗ് ട്രാൻസ്ഫോർമേഷൻ യൂസിങ് എ ഫിക്സഡ് പോയിൻറ്റ് പൊസിഷൻ. അതായത് സ്കെയിലിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞൊരു ഫിക്സഡ് പോയിൻറ്റ് പൊസിഷനിലെ ട്രാൻസ്ഫോർമേഷൻ. അതായത് പല ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ വസ്തുവിൽ തന്നെ ചേഞ്ച് വരും. അപ്പോൾ സ്കെയിലിംഗ് മാത്രമാണ് അവിടെ നടക്കുന്നത്.
അവിടെ ഇത് നടക്കുന്ന ചേഞ്ച് എന്ന് പറയുമ്പോൾ വിൻഡോ ട്രാൻസ്ഫോർമേഷനിൽ എക്സിനും വൈക്കുമാണ് ചേഞ്ച് വരുന്നത്. ഇവിടെ ഒരു 4 അറിയാണ്ട് കയറി വന്നു ടൈപ്പ് ചെയ്യുമ്പോൾ വന്നതാവും. XW min YW min എന്നാണ് വേണ്ടത്. ആ വിൻഡോയിലെ സൈസിലാണ് ചേഞ്ച് വരുമ്പോഴാണ് അത് വ്യൂ പോർട്ടായിട്ട് മാറുന്നത്. ട്രാൻസ്ലേറ്റ് സ്കെയിൽഡ് വിൻഡോ ഏരിയ ആൻഡ് പൊസിഷൻ ഓഫ് ദി വ്യൂ പോർട്ട്സ്. ആ സ്കാൻ ചെയ്ത ഏരിയ എന്തായും പ്രത്യേകമായിട്ട് പൊസിഷൻ ചെയ്യാതിനാണ് വ്യൂ പോർട്ട് എന്ന് പറയുന്നത്. റിലേറ്റീവ് പ്രൊപ്പോർഷൻ ഓഫ് ഒബ്ജക്റ്റ് ആർ മെയിൻറ്റൈൻഡ് ഇഫ് ദ സ്കെയിൽ ഇഫക്റ്റ് അത് ചില കേസുകളിൽ എന്താണ് രണ്ടും സെയിം ആയി വരും. കാരണം എന്താണ് റിലേറ്റീവ് പ്രൊപ്പോർഷൻ ആയിരിക്കും. അപ്പോൾ പ്രൊപ്പോർഷൻ എപ്പോഴും ഇതായിരിക്കും, അതായത് ഒരുപോലുള്ള ചേഞ്ചാണ് വരിക. അല്ലെങ്കിൽ മൊത്തമായിട്ടുള്ള ചേഞ്ച് എഫക്റ്റ് ചെയ്യും. ഫ്രം നോർമലൈസ്ഡ് കോർഡിനേറ്റ്സ് ഒബ്ജക്റ്റ് ഡിസ്ക്രിപ്ഷൻ ആർ മാപ്പ് ടു ദ വേരിയസ് ഡിസ്പ്ലേ ഡിവൈസസ്. A number of output devices can be open in a particular app. There are 3 windows to viewport transformation can be performed for each open output device. ഒരേ സമയം 3 വിൻഡോ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന കേസുകളാണ് പറഞ്ഞത്. അതൊരു എക്സാമ്പിളിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഇതാണ് അങ്ങനെ കാണിക്കുന്നത്. ഒന്നിൽ നിന്നും 3 ഉണ്ടാവുന്ന ഒരു പ്രക്രിയ. അതായത് ഇതാണ് നോർമലൈസ്ഡ് സ്പേസ് എന്ന് പറയുന്നത്. നോർമൽ സ്പേസ് ആണ് നമുക്ക് നിഷ്കർഷപ്പെട്ടിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞു. അതിന് മിനിമം 0 എന്നും മാക്സിമം 1 നിർത്തുന്നത് നോർമലൈസ്ഡ് സ്പേസ്. അതിൻ്റെ ഉള്ളിൽ ഉള്ള ഏരിയയാണ് ഇത്. ഇതിനൊരു വിൻഡോ ആയിട്ട് കൺസിഡർ ചെയ്യാം. ആ ഒരു വിൻഡോയിലൊരു വിൻഡോ ആണ് ഇത്. ഈ ഒരു ഡോട്ട് ഇട്ട് 2 അതുകൊണ്ടാണ് നമ്മൾ ആ ഏറ്റവും ഉള്ളിലുള്ള വിൻഡോന് WS1 എന്നും മറ്റേ WS2 എന്നും. കോമൺ ഉള്ള ഡബ്ല്യുവിനെ 2 ഡിവൈഡ് ചെയ്താൽ WS1 WS2 എന്ന് പറഞ്ഞു. അതിനുള്ളിലുള്ള ഏരിയയാണ് ഒന്ന് ട്രയാങ്കിളായിട്ടും ഒന്ന് ഡോട്ടായിട്ടും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് 2 വേറെ ആക്കിയപ്പോൾ കിട്ടിയ ഭാഗമാണ് വ്യൂ പോർട്ട്. വ്യൂ പോർട്ട് ആയതുകൊണ്ട് WS1 വ്യൂ പോർട്ട് എന്നും WS2 വ്യൂ പോർട്ട് എന്നും കാണിച്ചു. അതാണ് അത് ചിത്രം വഴി വരച്ച് കാണിക്കുക. ഒരു വിൻഡോയിൽ തന്നെ 3 കാണിക്കുന്നത്. ഈ ഒരു കാണിക്കുന്നത് ഒരു വിൻഡോയാണ്, ഇതൊരു വിൻഡോയാണ്, ഇതൊരു വിൻഡോയാണ്. ശരിക്കും പറയുമ്പോൾ നമുക്ക് ചിത്രം വരയ്ക്കുമ്പോൾ ഈ ഒരു ഇതിനെ നമുക്ക് ഒറ്റൊന്ന് WS എന്ന് കൊടുക്കാം. അത് ഡിവൈഡ് ചെയ്തിട്ടാണ് WS1 WS2 ഉണ്ടാവും. ഇത്രയാണ് കാര്യങ്ങൾ. സിമ്പിളാണ്, പക്ഷേ കുറച്ച് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷനിൽ പല ടൈപ്പുകളുണ്ട്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.